സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ്. കുറച്ച് മധുരവും പുളിയുമുള്ള ചെറിയ സൈസിലുള്ള നാട്ടുമാങ്ങ ആണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. നാട്ടുമാങ്ങ കിട്ടിയില്ലെങ്കിലും പഴുത്ത ഏത് മാങ്ങ കൊണ്ടും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. കൂടുതൽ ടേസ്റ്റ് നാട്ടുമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന കറിക്ക് തന്നെയായിരിക്കും. വീഡിയോസ് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും എല്ലാം ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ചെറിയ സൈസിലുള്ള 8 നാട്ടുമാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ തൊലിയെല്ലാം ഉരിച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 7 പച്ചമുളക് നടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ നികർന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് സ്റ്റൗ നമ്മൾ ഇതുവരെ കത്തിച്ചിട്ടില്ല. ഇനിയാണ് സ്റ്റൗ കത്തിക്കാൻ പോകുന്നത്. സ്റ്റൗ കത്തിച്ച് ഒരു ലിഡ് കൊണ്ട് അടച്ച് 8-10 മിനിറ്റോളം ഇത് നമുക്ക് വേവിച്ചെടുക്കാം. മാങ്ങ നല്ല വെന്ത് കിട്ടുന്നിടം വരെ വേവിക്കണം. വെന്ത് വരുന്നതിന് മുമ്പേ മാങ്ങ 3-4 പ്രാവശ്യം അടപ്പ് മാറ്റിയിട്ട് തവികൊണ്ട് ഇളക്കി കൊടുക്കണേ. മാങ്ങയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. മെഷറിംഗ് കപ്പിന് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 2-3 കഷ്ണം ചെറിയ ഉള്ളിയും കൂടാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം അരച്ച് വെന്ത മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. കുറിയ ചാറോടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചാറോട് കൂടിയുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ. കുറിയ ചാറോടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമുക്ക് ചോറിനകത്തൊക്കെ ഒഴിച്ച് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. 3-4 മിനിറ്റ് തിളച്ച് തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കണം. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്തിട്ട് തവിയുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം കടുക് താളിച്ചൊഴിക്കാം. അതിനായി സ്റ്റൗവിലേക്ക് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ഇങ്ങനത്തെ നാടൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഉള്ളിയുടെ കളറ് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉടൻ തന്നെ തവികൊണ്ട് ഇളക്കി കൊടുക്കരുത്. 10 മിനിറ്റ് അടപ്പ് കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ തവികൊണ്ട് പിന്നീട് ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇളക്കി എടുത്താലും മതി. ഈ മാങ്ങ സീസണിൽ നിങ്ങൾക്ക് മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.